നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ അടുത്ത മത്സരം സ്വിറ്റ്സർലൻഡിനെതിരെയാണ്. കാൻസാസ് സിറ്റിയിലാണ് ആ ഒരു കളി നടക്കുന്നത്. സ്വിറ്റ്സർലൻഡ് ഇപ്പോൾ കൊളംബിയയെ പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അവർക്ക് കുറേ അഡ്വേഴ്സിറ്റീസ് അല്ലെങ്കിൽ അവർക്കെതിരെ കുറച്ച് കാര്യങ്ങളുണ്ട് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ന് വിലയിരുത്തുന്നു അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ്. എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അവർക്കെതിരെ കളിക്കുമ്പോൾ. അതിൽ ഒന്നാമത്തെ കാര്യം, കൊളംബിയക്കെതിരെ സ്വിറ്റ്സർലൻഡ് എക്സ്ട്രാ ടൈം കൂടി കളിച്ചിട്ടാണ് വരുന്നത്. നല്ല ഫാറ്റിക് ഉണ്ടാവും, നല്ല ക്ഷീണം ഉണ്ടാവും. ക്ഷീണിതരായിട്ട് വരുന്ന ടീമാണ്. കളി അധികം വൈകാതെ നടക്കുന്നുമുണ്ട്. അടുത്ത ശനിയാഴ്ചയാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച രാവിലെ എന്ന് മാത്രം. അപ്പോൾ എക്സ്ട്രാ ടൈം അപ്പോൾ അത്രയധികം പ്ലെയിൻ ടൈം കഴിഞ്ഞ് ക്ഷീണിതരായിട്ട് ടീം വരുന്നു. അവർ ഷൂട്ടൗട്ടിലാണല്ലോ അവിടെ ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇനി ട്രാവൽ അതൊരു വലിയ വിഷയമാണ്. കാൻസാസ് സിറ്റിയിലാണ് കളി നടക്കുന്നത്. വാൻകൂവറിലാണ് ഇവരുടെ ഈ മത്സരം നടത്തിയിട്ടുള്ളത്. കൊളംബിയക്കെതിരെയുള്ള കളി നടത്തിയിട്ടുള്ളത്. അവിടുന്ന് ഒരു 5 മണിക്കൂറെങ്കിലും ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ, ഫ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് കാൻസാസ് സിറ്റിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതേസമയം അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിന് റെസ്റ്റ് ടൈം കിട്ടും. കുറഞ്ഞ സമയമാണ് അവർ മത്സരം 90 മിനിറ്റിൽ തന്നെ തീർത്തിട്ടുണ്ട്. എക്സ്ട്രാ ടൈമിലേക്ക് പോവാതിരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെയുണ്ട്. ഒപ്പം തന്നെ 2 മണിക്കൂർ കൊണ്ട് അവർക്ക് അറ്റ്ലാന്റയിൽ നിന്ന് കാൻസാസ് സിറ്റിയിലേക്ക് എത്താനും പറ്റും. അതുകൊണ്ട് ട്രാവലിംഗ് ടൈമും കുറവാണ്. അപ്പോൾ ട്രാവൽ ഫാറ്റിഗും അവർക്കുണ്ടാവില്ല എന്നർത്ഥം. സോ ഇതൊക്കെ അർജൻറ്റീനയ്ക്ക് ഗുണകരമായിട്ട് മാറും. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോലുള്ളൊരു കളിയിൽ ബാധിക്കും എന്നാണ് വിലയിരുത്തുന്നത്. സ്വാഭാവികമാണത്. ചെറിയ കാര്യങ്ങൾ മതിയാവും. അപ്പം മറ്റൊരു കാര്യം ഈ ടീമിനുള്ളത്, സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകെ വേൾഡ് കപ്പിലുള്ള ട്രാവൽ അധികമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഉദ്ഘാടന മത്സരം അവരുടെ ആദ്യ മത്സരം ഖത്തറുമായിട്ട് അവർ കളിച്ചത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. അതിനുശേഷം ലോസ് ഏഞ്ചലസിൽ പോയിട്ട് അവർ ബോസ്നിയക്കെതിരെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ കാനഡയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് അവിടെ പോയിട്ടാണ് കാനഡയുമായിട്ടുള്ള മത്സരം കളിച്ചത്. അതിനുശേഷം അവർ ആ രാജ്യം വിട്ടിട്ടില്ല. അവിടെ തന്നെയാണ് ഇപ്പോൾ റൗണ്ട് ഓഫ് 32 മത്സരവും അതുപോലെയുള്ള അതായത് റൗണ്ട് ഓഫ് 16 മത്സരമൊക്കെ അവരവിടെ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. വാൻകൂവറിലാണ് കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അർജൻറ്റീനയേക്കാൾ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടാണ് എത്തേണ്ടത്. ഏതായാലും എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും അർജൻറ്റീനയ്ക്ക് തന്നെയാണ് സാഹചര്യങ്ങൾ അനുകൂലം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.